നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ജയിലിൽ കിടന്ന് ഭരണം നടത്തുന്നു. മറ്റാരുമല്ല, അഴിമതിക്കെതിരെ പോരാടി രാഷ്ട്രീയ രംഗത്തെത്തിയ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ജയിലിൽ കിടന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും കുറേ മാസങ്ങളായിട്ട് ജയിലിൽ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേതൃസ്ഥാനത്തേക്ക്, രാഷ്ട്രീയ നേതൃസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന ജാർഖണ്ഡിൻ്റെ ഹേമന്ത് സോറനും ജനുവരി 31 ഈ വർഷം ജയിലിലായി. പക്ഷേ അദ്ദേഹം ജയിലിലാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പിന്നെ അയക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ചമ്പൈ സോറിന് നൽകിയ ശേഷമാണ് അദ്ദേഹം ജയിലിലേക്ക് യാത്ര. ജയിലിൽ കിടന്ന് ഭരണമൊന്നും അദ്ദേഹം നടത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ രാഷ്ട്രീയ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അതുപോലെ അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി അറസ്റ്റിലായി ജയിലിലായിരുന്നു. അദ്ദേഹവും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ജോലി നൽകാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഒരു അഴിമതി കേസിലാണ് അറസ്റ്റിലായത്. അത് 2013-14 അല്ല 14-15 ആ കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജോലിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിയെന്ന കേസ് ഉണ്ടായത്. ഹേമന്ത് സോറൻ്റെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ, അദ്ദേഹം 8.5 ഏക്കറോളം സ്ഥലം തട്ടിപ്പിൽ കൂടി സ്വന്തമായിട്ട് കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതും അഴിമതി തന്നെ കേസ്. ഡൽഹി മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അവർക്ക് എതിരെയുള്ള കേസ് നമ്മുടെ 2014 കേരളത്തിലെ KM മാണി പ്രതിയായ ബാർ കേസിന് സമാനമായ വേറൊരു ബാർ കേസ് പോലത്തെ ഒരു കേസാണ്, എക്സൈസ് കേസാണ്. ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് ഭരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഈ 3 കേസുകളും സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസുകളാണ്. കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറൻ്റെ വേണ്ടിയിട്ട് വളരെ പ്രഗത്ഭനായ വക്കീൽ വാദിക്കുന്നുണ്ട്. അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ കേസും സുപ്രീം കോടതിയിൽ ഉണ്ട്. അപ്പോൾ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. അടുത്ത കാലത്ത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കേസുകൾ അന്വേഷിക്കുന്നു. EDയെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്. അഴിമതി ഇങ്ങനെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ED എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ EDക്ക് ഇതുപോലൊരു പ്രസക്തി. ഇതുപോലെ രാജ്യമെമ്പാട് ഓടി നടന്ന് മുഖ്യമന്ത്രിമാരെ വരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തേണ്ടി വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, 2017 അഴിമതി നിരോധന നിയമം ഭേദഗതി ചെയ്തു കേന്ദ്ര സർക്കാർ. അങ്ങനെ അത് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതിന് ശേഷം സംസ്ഥാന വിജിലൻസ് നിഷ്ക്രിയമായി. അങ്ങനെ സംസ്ഥാനങ്ങളിലെ അഴിമതി നിരോധന സംവിധാനത്തെ മൊത്തം നിഷ്ക്രിയമാക്കിയ ഒരു നിയമ ഭേദഗതിയാണ് 2017 കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അതിൽ 17A, സെക്ഷൻ 17A എന്നുള്ള ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തു. അത് കൂട്ടിച്ചേർത്തപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു അഴിമതി കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സംസ്ഥാന ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് ഭരിക്കുന്ന സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വിജിലൻസിനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിലൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും വീട്ടുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആരെങ്കിലോ ബന്ധുക്കളോ ഒക്കെ ഒരു അഴിമതി കേസിൽ പെട്ടിട്ടുണ്ടെന്ന് ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി അനുമതി വിജിലൻസിൻ്റെ മന്ത്രിയായ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി നൽകുമോ? അതുപോലെ FIR എടുത്ത് ആ ഒരു ആളെ ഒരു പ്രതിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ആയാലും അല്ലെ നാട്ടിലെ ആയാലും പാർട്ടിയുടെ അനുഭവമുള്ള അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ആണ് പ്രതിസ്ഥാനത്തെങ്കിൽ അനുമതി നൽകുമോ? തീർച്ചയായിട്ടും ഇല്ല. അത് ഡൽഹി മുഖ്യമന്ത്രി ആണെങ്കിലും നൽകില്ല, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയാലും നൽകില്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ആയാലും നൽകില്ല. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയാണല്ലോ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഭരണത്തെ. തീർച്ചയായിട്ടും, കാരണം പാർട്ടിയാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. ആ പാർട്ടിയിൽ നിന്നാണ് ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്, മന്ത്രിമാരാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് അഴിമതി അന്വേഷണം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാനുള്ള ഒരു പഴുത് ഈ 2017 സെക്ഷൻ 17A കൊണ്ട് വന്നതുകൊണ്ട് വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം
വെറുതെ നമ്മുടെ നികുതിദായകരുടെ പൈസ പാഴാക്കി കളയുന്ന ഒരു സംവിധാനമായിട്ട് മാറി. അതിനുശേഷം ഒരു ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും അവർക്കെതിരെയുള്ള അന്വേഷണം നടത്താൻ വേണ്ടി അനുമതി നൽകില്ല, അവർക്കെതിരെ FIR എടുക്കില്ല. അതിൻ്റെ തീർച്ചയായിട്ടും FIR എടുക്കാതെ അന്വേഷണം മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ വിജിലൻസ് പിന്നെ ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റിലെ എന്തെങ്കിലും വളരെ താഴെ ലെവലിലുള്ള രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, പാർട്ടി ബന്ധമൊന്നും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ പിടിച്ച് ചെറിയ അഴിമതി കേസുകളൊക്കെ പിടിച്ച് ഇങ്ങനെ സമയം പാഴാക്കി കളയുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലെ എല്ലാ വിജിലൻസ് സംവിധാനവും ഇപ്പോൾ. പക്ഷേ അതിനു മുമ്പ് 2017 മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഈ കേസുകൾ വിജിലൻസിന് സ്വതന്ത്രമായിട്ട് എടുക്കാമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് സാധ്യമല്ല. അതുപോലെ ഈ വിജിലൻസിൻ്റെ ഒരു സംവിധാനമെന്ന് പറയുന്നത്, അല്ലെ അഴിമതി നിരോധന നിയമത്തിൽ അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഉള്ളവരാണ് അഴിമതി കാണിക്കുന്നത്. ഈ അഴിമതിയുടെ നിർവചനം തന്നെ അധികാരം ഉപയോഗിച്ച് സ്വയം എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, അല്ലെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അഴിമതിയുടെ നിർവചനം തന്നെ. അതായത് അബ്യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ പേഴ്സണൽ പെക്യൂണറി ഗെയിൻ എന്നുള്ള ആ ഒരു നിർവചനം. അപ്പോൾ അധികാരമില്ലാത്ത ആർക്കും അഴിമതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ അവരുടെ ആൾക്കാരായിരിക്കും, അവർക്ക് മാത്രമേ അഴിമതി കാണിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവർക്കല്ലേ അധികാരമുള്ളൂ. അവർ അഴിമതി കാണിക്കുന്നു, പക്ഷേ അവർക്കെതിരെ അന്വേഷിക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ അഴിമതി നിരോധന ഈ പറഞ്ഞ ഒരു നിയമ ഭേദഗതിക്ക് ശേഷം ഈ അഴിമതി നിരോധന നിയമം എന്തിന്? വിജിലൻസ് വെറുതെ നമ്മളെന്തിന് പൈസ കളയുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, CBI അന്വേഷണം ഓരോ സംസ്ഥാനത്തും വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാമെന്നുണ്ട്. കാരണം അത് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നുള്ള ഒരു നിയമം അനുസരിച്ച് തുടങ്ങിയ ഒരു സംവിധാനമായതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളും കൺസെൻറ്റ് നൽകിയാൽ മാത്രമേ CBIക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. പല സംസ്ഥാനങ്ങളും വളരെ അടുത്ത കാലത്ത് CBIക്ക് നമ്മൾ ഈ സംസ്ഥാനത്ത് കൺസെൻറ്റ് നൽകില്ല എന്ന് ഒരു തീരുമാനമെടുത്തു. കേരളവും 2019 മറ്റോ ഒരു കേരള സർക്കാരും പിണറായി വിജയൻ്റെ സർക്കാർ തീരുമാനമെടുത്തു, CBIക്ക് ഇനി ഇവിടെ കേരളത്തിൽ നമ്മൾ കൺസെൻറ്റ് നൽകില്ല. ആന്ധ്രാപ്രദേശ് എടുത്തു, തമിഴ്നാട് എടുത്തെന്നാണ് തോന്നുന്നത്, വെസ്റ്റ് ബംഗാൾ എടുത്തു, പല സംസ്ഥാനങ്ങളും അങ്ങനെ എടുത്തു. അപ്പോൾ CBI പണ്ട് അഴിമതി അന്വേഷിക്കുന്ന അവർക്ക് അഴിമതി അന്വേഷിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ CBIക്കും ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ പോയി അഴിമതി അന്വേഷിക്കാനുള്ള ഒരു അനുമതി നൽകുന്നില്ല സംസ്ഥാന സർക്കാരുകൾ. അപ്പോൾ മുമ്പ് അഴിമതി അന്വേഷിച്ചുകൊണ്ടിരുന്ന വിജിലൻസ് അതുപോലെ CBI എന്ന രണ്ട് അഴിമതി അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അവർക്ക് പണിയില്ലാതായപ്പോൾ പിന്നെ അഴിമതി ആരെങ്കിലും അന്വേഷിക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണ് EDയുടെ രംഗപ്രവേശവും EDയുടെ ഒരു തേരോട്ടമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് ഈ അഴിമതി കേസുകൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് EDയെ കൊണ്ടെത്തിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് 2017 ഈ അഴിമതി നിരോധന നിയമത്തിലെ ഒരു ഭേദഗതി, രണ്ട് ഈ CBIക്കുള്ള കൺസെൻറ്റ് സംസ്ഥാന സർക്കാരുകൾ പിൻവലിച്ചത്. കേരളം 2019 പിൻവലിച്ചു. അതുകൊണ്ട് കേരളത്തിൽ വന്ന് CBIക്ക് ഇവിടുത്തെ അഴിമതി കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലെ പിന്നെ ഹൈക്കോടതിക്ക് ഉത്തരവിടാം, അത് വേറെ കാര്യം. കോടതിയുടേതായ സ്വതന്ത്രമായിട്ട് ഉത്തരവുകളിടാൻ പറ്റും. പക്ഷേ അധികാരമുള്ള ആൾക്കാർക്ക് ശരിക്കും അഴിമതിയില്ലാത്ത ഒരു സദ്ഭരണം വേണം, സുതാര്യമായ ഒരു ഭരണം വേണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അഴിമതിയില്ലാത്തൊരു ഭരണം നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അഴിമതി എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല ഇന്ന് ഈ ഇലക്ഷൻ സമയത്തൊന്നും നമ്മൾ കാണുന്നുണ്ട്. മറ്റ് പല പല ഒരു കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ വിഷയങ്ങൾ. അപ്പോൾ അഴിമതി രാജ്യത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൈമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു.